അനഘയെ പൂർണ്ണമായും മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലല്ലേ? ഞാൻ കാരണവാ അനഘയെ സ്നേഹിച്ച നിനക്ക് അഖിലയെ സ്വീകരിക്കേണ്ടി വന്നതെന്നറിയാം. പക്ഷേ എടാ, ഒന്ന് തിരിഞ്ഞു നോക്കി ചിന്തിക്കുമ്പോ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുള്ളൂ. ഡാ മോനെ, ഒന്ന് ആലോചിച്ച് നോക്ക്. നീ സ്നേഹിച്ച പെണ്ണിന്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം. അവൾ ഇഷ്ടപ്പെടുന്നത് വിവേകിനെയാ. എടാ, നമ്മുടെ ജീവിതത്തില് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ സ്നേഹിക്കുന്നവർക്കല്ല, നമ്മളെ സ്നേഹിക്കുന്നവർക്കാ. എടാ, എന്നാലേ ജീവിതത്തില് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുള്ളൂ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എത്ര സ്നേഹിച്ചാലും അനഘ ഒരിക്കലും എൻ്റെ സ്വന്തമാകുമായിരുന്നില്ല. അതും എനിക്കറിയാം. പക്ഷേ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്നില്ല അച്ഛാ.